ഹായ് ഫ്രണ്ട്സ്, ട്രൂ ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം സ്റ്റീൽ ടാങ്കിനെ കുറിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മളുടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഫിൽറ്റർ വെച്ചു ടാങ്ക് മാറിയെന്നൊക്കെ. ആ ടാങ്ക് മാറാണ്ടായിരുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പഴയ ടാങ്ക് തന്നെ ആദ്യം കാണിച്ചു തരാം കേട്ടോ. വരും. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പഴയ ടാങ്ക്. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടോളൂ കേട്ടോ. കണ്ടല്ലേ, മാർച്ച് ചെളി പിടിച്ച ആകെ പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, നല്ല ക്വാളിറ്റി സാധനം ആയതുകൊണ്ടേ ഇതിൻ്റെ അടപ്പൊക്കെ ആകെ പൊട്ടിപ്പോയി, മൊത്തം പൊട്ടി. പിന്നെ ഇത് ഫുൾ ടൈം നമ്മൾ വെയിലത്തിരിക്കല്ലേ, നല്ല വെയിലുണ്ട്, വെയിലത്തിരിക്കല്ലേ, വെള്ളം ചൂടാവും, ടാങ്ക് ചൂടാവും, അതിന് ശേഷം വെള്ളം ചൂടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ടാങ്ക് എന്തായാലും മാറാനുള്ള ഒരു ഇതിൽ തീരുമാനത്തിലിരിക്കുന്ന സമയത്താണ് പ്ലാസ്റ്റിക് ടാങ്ക് ആകുമ്പോൾ വില കുറവല്ലേ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം ഇതിൽ ഡബിൾ ലെയർ ഉണ്ട്, 3 ലെയർ ഉണ്ട്, 4 ലെയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാം ഇത് എന്തോരം ക്വാളിറ്റി ഉണ്ടെന്ന്. കാരണം ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയത് സാധാരണ പ്ലാസ്റ്റിക് ടാങ്കാണ്, ഒറ്റ ലെയർ. അതിനുശേഷം വെള്ളം ചൂടാവുന്നുള്ള കംപ്ലൈൻറ്റുകൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് പ്ലാസ്റ്റിക് ചൂടായി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് അതിൻ്റെ കെമിക്കൽ വന്നു കഴിഞ്ഞാൽ അറിയാലോ, പ്രശ്നങ്ങൾ അറിയാലോ. രണ്ടാമത്തെ ലെയർ വന്നു, പിന്നെ 3 ലെയർ വന്നു, ഇപ്പോൾ 4 ലെയർ അങ്ങനെ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ള എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വന്നപ്പോൾ അപ്പോഴാണ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞാൻ കുറേ കമ്പനികൾ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഞാനിത് മേടിച്ചത് ഹൈക്കോൺ എന്നാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ് ഹൈക്കോണിൻ്റെ കമ്പനി. ഞാനിത് മേടിച്ചത് 500 ലിറ്ററിൻ്റെയാണ്, 14,000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അന്നേരം ചെറിയൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടാവില്ല. പിന്നെ 304 ഗ്രേഡ് ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ്, തുരുമ്പ് വരില്ല. 10 കൊല്ലം നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട് ഇതിന്. അതുമാത്രമല്ല ഉള്ള വേറെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ, ഇതിൻ്റെ അടിയിൽ ഇതുണ്ടല്ലോ, ഇതിൻ്റെ അടിയിലാണ് എന്തെങ്കിലും ചെളിയും കാര്യങ്ങളൊന്നും അടിഞ്ഞു വരിക. അപ്പോൾ ഈ ഫിൽറ്ററാണ്, ഈ ലൈൻ കൊണ്ട് ഓണാക്കി കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോയി, ചെളി വെള്ളം പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതുമാത്രമല്ല ചെളിക്കളർ ഉള്ളിൽ കയറി പിടിക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. വെള്ളം ചൂടാവാത്തത് കൊണ്ട് പൈപ്പിൽ വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം വരിക. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഞാനത് തന്നെ പ്ലാസ്റ്റിക് ടാങ്കാണ് ഒഴിവാക്കി സ്റ്റീൽ ടാങ്ക് മേടിച്ച് വെച്ചു. പക്ഷേ നോർമലി പ്ലാസ്റ്റിക് ടാങ്കിനെ അപേക്ഷിച്ച് വില കൂടുതലായിരിക്കും. പ്ലാസ്റ്റിക് ടാങ്കിന് ഏകദേശം ഒരു 6,000. ഇത് 500 ലിറ്ററിൻ്റെയാണ്, ഇത് 500 ലിറ്ററിൻ്റെയാണ്. പ്ലാസ്റ്റിക് 500 ലിറ്ററിൻ്റെ ആയിരുന്നു, ഇത് 500 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ടാങ്കിനെ അപേക്ഷിച്ച് ഏകദേശം ഒരു 10,000-15,000 അടുത്ത് റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പക്ഷേ ആ ലാഭം, താൽക്കാലിക ലാഭം ഞാൻ നോക്കിയില്ല. കാരണം നാളത്തേക്ക് ഒരു ബുദ്ധിമുട്ടാവും. കാരണം ഈ വെയിലത്ത്, നട്ടപ്പുറ വെയിലത്താണ് വാട്ടർ ടാങ്ക് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇരിക്കുക. ഇത് ചൂടായി ഇതിനുള്ള കെമിക്കൽ മൊത്തം ഈ വെള്ളത്തിൽ. അവർ പറയും ഫുഡ് ഗ്രേഡാണ് അത് എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അതിൽ വിശ്വാസം ഇല്ല. കാരണം നമ്മൾ ഈ പരീക്ഷണത്തിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് അങ്ങോട്ട് മേടിച്ചു. ഇത് ഇപ്പോൾ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു മേടിച്ചിട്ട്. ഇതിപ്പോൾ നല്ല കുഴപ്പമില്ല, നല്ല ഇതാണ്, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, കാര്യങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പരമാവധി ഇനി വാട്ടർ ടാങ്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളവർ പരമാവധി സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് മേടിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ സിമെൻറ്റിൻ്റെ സാധാരണ വാട്ടർ ടാങ്ക് ഉണ്ടാക്കില്ലേ, അതൊന്നും ഇപ്പോൾ ആരും ചെയ്യില്ല. കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്ഥലം അതിന് വേസ്റ്റായി പോകും. അപ്പോൾ പരമാവധി എല്ലാവരും സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കിനെ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.